ചമ്പക്കുളം കൃഷിഭവന് കീഴിലെ കൊക്കണം പാടശേഖരത്തിൽ രണ്ടാം കൃഷി പ്രതിസന്ധിയിലെന്ന് പരാതി. കേടായ മോട്ടോറിന്റെ തകരാർ പരിഹരിക്കാൻ 22 ദിവസങ്ങൾക്ക് മുമ്പ് കൊണ്ടുപോയിട്ട് ഇതുവരെയും തിരികെ എത്തിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. ചമ്പക്കുളം പഞ്ചായത്ത് 12-ാം വാർഡിൽ ഉൾപ്പെട്ടതാണ് കൊക്കണം പാടശേഖരം. 160 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ സാധാരണക്കാരായ 131 കർഷകരുണ്ട്. രണ്ടാം കൃഷിക്കായി കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കി ഇവിടെ മോട്ടോർ പണി മുടക്കിയത്. 3 ദിവസത്തിനകം തകരാർ പരിഹരിച്ച് നൽകാമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള കമ്പനിക്കാർ മോട്ടോർ എടുത്തുകൊണ്ടുപോയി. 22 ദിവസമായിട്ടും തിരികെ എത്തിച്ചില്ലെന്ന് മാത്രമല്ല, വിളിച്ചാൽ ഇവർ ഫോണും എടുക്കില്ല. 100 ഏക്കറിൽ വിതയ്ക്കാൻ തയ്യാറാക്കിയ വിത്തും ഇതോടെ പാഴായി. ഇത് കഴിഞ്ഞ ഡിസംബറിൽ ഫസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ച പമ്പാണ്. ഈ പമ്പ് സർക്കാർ ഫ്രീ ആയിട്ട് തന്നതാണ്. അതുകൊണ്ട് 16 ലക്ഷം രൂപ വില ഉണ്ടാകുന്നതാണ് പറയുന്നത്. പക്ഷേ ഈ ഇത്തവണത്തെ രണ്ടാം കൃഷിക്ക് വേണ്ടി ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട് തന്നെ മോട്ടോർ കേടായിപ്പോയി. ഒരു 40 ദിവസത്തോളമായി. അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ഇതുപോലെ ഇതിന്റെ ഷാർട്ടർ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് 10-15 ദിവസം അതങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫിറ്റർമാർ സേലത്തുനിന്ന് വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഇതിന്റെ മോട്ടോർ കേടാണെന്നും പറഞ്ഞ് 3 ദിവസത്തിനകം നന്നാക്കി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടിപ്പം 21 ദിവസമായി. ഇതേവരെ ഇവിടെ എത്തിയിട്ടില്ല. അതിന്റെ സെക്ഷന്റെ വർക്കർമാരായിരുന്നു ചോദിക്കുമ്പം അവരിപ്പം ലാസ്റ്റ് ഫോൺ എടുക്കാതെ വന്ന് ഇവിടെ 100 ചില്ലാനം ഏക്കറോളം വിത്ത് കെട്ടി അത് മുഴുവൻ വിത്ത് പോയിട്ട് താറാവുകാർക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ കള പറ്റി ഇവർ പറഞ്ഞതനുസരിച്ച് മോട്ടോർ ഓടിച്ച് മറ്റുള്ള 2 മോട്ടോർ ഓടി വെള്ളം പറ്റിക്കിടക്കാണ്. ഇപ്പോൾ ഇത് കളനാശിനി കള കണ്ടമാനം കിളുത്ത് കള നശിക്കുന്ന ഒരു വൻ തുക ഇപ്പം കർഷകർ മുടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. ജൂൺ 15-ന് വിതയ്ക്കേണ്ട പാടശേഖരമായിരുന്നു. ജൂലൈ 5 വിതയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെയുള്ള മോട്ടോർ തറയുടെ അവസ്ഥയും പരിതാപകരമാണ്. ഇതിനുവേണ്ട നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. പാടശേഖരം പറ്റുവന്നപ്പോൾ ഇപ്പോൾ കളയം കിളുത്ത് കിട്ടിയ വിത്ത് വിതയ്ക്കാൻ മേലാത്ത രീതിയിൽ അത് വിതച്ചവർ ഏകദേശം 10-60 ഏക്കറോളം വില നടന്നിട്ടുള്ളതാണ്. അത് നഷ്ടപ്പെട്ടിരിക്കുക. താറാവുകാർ ബലമായിട്ട് താറാവുകാർ വന്നിറങ്ങി താറാവ് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ച് ഈ ചെറുകിട കൃഷിക്കാരെ എന്തെങ്കിലും രീതിയിൽ ഉത്തരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇവിടുത്തെ ഒരു മോട്ടറും തറയുണ്ട്. ആ മോട്ടറും തറയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയാണ്. അതൊന്ന് മാറ്റിത്തരണം. അതിന് വേണ്ട നടപടികൾ ഈ സർക്കാരിൽ നിന്നും അല്ലെ കൃഷി ഓഫീസിൽ നിന്നും അല്ലെ പുഞ്ചകൃഷി ഓഫീസിൽ നിന്നും അതിന് വേണ്ട നടപടി ഇവിടെ വന്ന് ഈ മോട്ടോർ തറ കാണുകയും ആ കണ്ടന്റ് അനുസരിച്ച് എസ്റ്റിമേറ്റ് എടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ചെയ്തു തരണം എന്നാണ് ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ പറയാനുള്ളത്. 5 കിലോമീറ്റർ ചുറ്റളവുള്ള പാടശേഖരത്തിൽ ബാക്കിയുള്ളത് 2 മോട്ടോറുകളാണ്. പാടശേഖരത്തിൽ മുഴുവൻ കള കിളിർത്തുവെന്നും ഭൂരിഭാഗം കർഷകർക്കും വിതയ്ക്കാനായില്ലെന്നും ഇനി കൃഷി ഉപേക്ഷിക്കുകയേ മാർഗമുള്ളൂവെന്നും കർഷകർ പറയുന്നു. വിഷയത്തിൽ കൃഷിവകുപ്പിന്റെ അടിയന്തര നടപടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്.